മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1 Korinthos 12:3 നാം വായിക്കുന്നു, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന UAE ഫുജൈറയിലെ കുറച്ച് നേഴ്സുമാരെ നമുക്ക് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഫുജൈറ നഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളാണ്. ആദ്യമായി ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മേരിക്കുട്ടി, ജീവിത പങ്കാളിയുടെ പേര് ഡെസ്നി. ഞങ്ങൾ കഴിഞ്ഞ 11 വർഷമായി ഫുജൈറയിൽ ജോലി ചെയ്യുന്നു, കുട്ടികൾ നാട്ടിലും. എൻ്റെ പേര് സെലീൻ, ഞാൻ 22 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. എനിക്ക് ജീവിത പങ്കാളിയും 2 കുഞ്ഞുങ്ങളും അവർ നാട്ടിലാണ്. എൻ്റെ പേര് ബീന, എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ബിനു. ഞങ്ങൾ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. സെല്ലിൻ നമ്മളെപ്പോഴും പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ആയിരിക്കുമ്പോൾ സെല്ലിന് ഒത്തിരിയേറെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ എപ്പോഴും ആരംഭിക്കുക. അത് പ്രത്യേകിച്ച് ദൈവിക സംരക്ഷണത്തിൻ്റെയൊക്കെ വചനങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞങ്ങളും ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഒരു വലിയ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എപ്പോഴും. അത് സെല്ലിനിങ്ങനെ വചനം പറയുമ്പോഴത്തേനും ഞങ്ങൾക്കും ഇതുപോലെ വചനം പറഞ്ഞ് ഞങ്ങൾക്കും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു അനുഭവത്തിലേക്ക് ഞങ്ങൾ പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ഈ വചനാഭിഷേകത്തിലേക്ക് സെല്ലിനെ നയിച്ച ദൈവിക അനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? മേരിക്കുട്ടി, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയുടെ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അതുപോലെ ജെറമിയ 15:16 പറയുന്നു, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്. മേരിക്കുട്ടിക്ക് അറിയാമല്ലോ, ഞാനിപ്പം ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സമയമൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ ഈവനിങ്ങിൽ വീട്ടിലിരിക്കുന്ന സമയങ്ങളെല്ലാം സീരിയലിനൊരു അടിമത്തം എനിക്കുണ്ടായിരുന്നു. ഈവനിങ്ങിലത്തെ എപ്പിസോഡ് കാണാൻ പറ്റിയില്ലെങ്കിൽ രാത്രിയിൽ വന്നു കഴിഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കി അന്നത്തേത് കാണുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഇരുന്ന സമയത്താണ് 2014 നമ്മുടെ നായിക്കമ്പറമ്പിലച്ഛൻ്റെ ധ്യാനം നമ്മുടെ പള്ളിയിൽ നടത്തിയത്. അപ്പോൾ അതിനൊരുക്കമായിട്ട് ഒരു മാസത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ മേരിക്കുട്ടിക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുമിച്ച് 1 മാസം മധ്യസ്ഥ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പം തന്നെ അതോടുകൂടി എൻ്റെ ഈ സീരിയൽ കാണാനുള്ള എൻ്റെ അടിമത്തം എന്നേക്കുമായിട്ട് എൻ്റെ ഈശോ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്ക് വചനം പഠിക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നു. ശാലോം TV-യിൽ ഇങ്ങനെ വചനം തിരുവചനം ഒക്കെ കാണുകയും അതുപോലെ ഓരോ എപ്പിസോഡും ഓരോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണുന്ന വചനങ്ങളെല്ലാം ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കും. അപ്പം ഞാൻ ആ വചനമെല്ലാം അപ്പം കാണുമ്പോഴത്തേനും ഇത് ഈശോ എന്നോടാണല്ലോ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നും. അപ്പോഴത്തേനും ഞാൻ വേഗം അത് കോട്ട് ചെയ്ത് എഴുതിയെടുത്ത് ബൈബിളിനകത്ത് തുറന്ന് അത് ഏതാണെന്ന് നോക്കി അടയാളപ്പെടുത്തി വെക്കും.
അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് പല പ്രാവശ്യം ആ എഴുതിയെടുത്ത വചനം ഞാൻ പിന്നെ വായിക്കും, പഠിക്കും. നടക്കുമ്പോഴൊക്കെ ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം ആ വചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് നടന്ന് പിന്നെ അതോടുകൂടി എനിക്കിങ്ങനെ വചനം പഠിക്കണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കാൻ ശ്രമിക്കണം, രാവും പകലും അതിനെക്കുറിച്ച് നീ ധ്യാനിക്കണം. അപ്പോൾ എപ്പോഴും വചനം പറഞ്ഞുകൊണ്ട് ഈവൻ ജോലി മേഖലയിലാണേലും വീട്ടിലിരിക്കുന്ന സമയത്താണേലും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണേലും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴാണേലും മനസ്സിലോട്ട് എപ്പോഴും ഇങ്ങനെ വചനം ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വചനം പറഞ്ഞ് പഠിക്കാനായിട്ട് ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടായ്മയിലൊക്കെ പോകുമ്പം പ്രാർത്ഥിക്കുമ്പോഴാണേലും വചനം വായിലോട്ട് എപ്പോഴും വരും. അങ്ങനെ ജെറമിയ 23:29 എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ഇത് സെലിൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. ശരിക്കും ബീന ശരിക്കും ഒരു ജീവിത സാക്ഷ്യത്തിലൂടെയാണ് ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത്. അപ്പം ബീനയുടെ ആ ജീവിത സാക്ഷി ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? അതെ ചേച്ചി, വലിയൊരു സാക്ഷ്യത്തിലൂടെയാണ് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത്. ജ്ഞാനം 16:12 പറയുന്നു, കർത്താവെ മരുന്നോ ലേപനൌഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന്. 2013 ഒത്തിരി വചനം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇടപെടുകയുണ്ടായി. അന്ന് അവധിക്കാല സമയമായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ മോൻ്റെ ദേഹമൊക്കെ ഇച്ചിരി അല്പം നീര് പോലെ കണ്ടു. അപ്പോൾ ആദ്യം ഞങ്ങളിത് ശരിക്കും ആ സമയത്ത് ഇച്ചിരി നന്നായിട്ടുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇത് കൂടി വന്നു. പിന്നെ അവൻ്റെ മൂത്രം ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ ഫുള്ള് ബ്ലഡ് കാണാനിടയായി. പെട്ടെന്ന് ഞങ്ങൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ BP ഒത്തിരി ഹൈ ആയി കാണിക്കുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ യൂറിയ ക്രിയാറ്റിൻ കിഡ്നി സംബന്ധമായിട്ട് അത് അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണെന്ന് കണ്ടുപിടിക്കുക. ഉടൻ തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് എമർജൻസിയിലേക്ക് പോകാൻ റെഫറൻസ് ലെറ്റർ തന്നു. അതനുസരിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ശരിക്കും അത് യൂറിനറി ഇൻഫെക്ഷനാണ്, പേടിക്കാനൊന്നുമില്ല, അക്യൂട്ട് നെഫ്രൈറ്റിസ് അല്ല എന്ന് പറഞ്ഞ് യൂറിനറി ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെയുള്ള നേഴ്സിനോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, കർത്താവെ ഞാൻ വന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടല്ലല്ലോ, ഏജിയനായിട്ടാണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള രോഗമായിട്ട് എന്നെ വന്നിട്ട് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് പറയുമ്പോഴുള്ള ഒരു നേഴ്സായി എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഞാൻ എനിക്ക് ഒരു കാര്യം ഉണ്ടായാലും വിശ്വാസ പ്രമാണം ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി എനിക്കുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ ജപമാല എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള ആ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ ഈ വിശ്വാസപ്രമാണം ചൊല്ലി തുടങ്ങിയപ്പോഴത്തേക്ക് വേറൊരു ഡോക്ടർ പെട്ടെന്ന് തന്നെ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇത് യൂറിനറി ഇൻഫെക്ഷൻ അല്ല, ഏജിനാണ്, കുഞ്ഞു ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ രാത്രി ആയപ്പോഴും കുഞ്ഞിൻ്റെ യൂറിൻ്റെ അളവ് ഒത്തിരി കുറവ് കാണിച്ചു. അതനുസരിച്ച് അതിനു വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ കാർഡിയാക് റേറ്റ് ഒത്തിരി കുറയുകയും കുഞ്ഞിനെ എമർജൻസി ആയിട്ട് ICUയിലേക്ക് അഡ്മിറ്റാക്കി. അത് ഓരോ സമയം കഴിയും തോറും കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഒത്തിരി മോശമായിക്കൊണ്ടിരുന്നു. ഇൻറ്റേർണൽ ഓർഗൻസ് ഫുള്ള് ഡാമേജായി. ഏത് നിമിഷവും കാർഡിയാക് അറസ്റ്റ് വരെ വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അവിടെ നിന്ന് എനിക്കറിയുന്ന നാട്ടിലെ വൈദികരെയൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥനാ സഹായം പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, മോള് പേടിക്കേണ്ട, ഞങ്ങൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് മോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം പറഞ്ഞു കുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് കയറി വരും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കർത്താവിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചു. ഞാനിവിടുത്തെ വൈദ്യനോ മരുന്നോ അല്ല, മറിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ഈശോ, ഞാൻ എവിടെയായിരുന്നു എൻ്റെ കർത്താവാണ് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കേണ്ടതെന്നുള്ള ഉറച്ച ഞാൻ വിശ്വസിച്ചു. ഏറ്റവും വലിയ മരുന്നും ഏറ്റവും വലിയ വൈദ്യനും എൻ്റെ കർത്താവല്ലേ. ഞാൻ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ആ സ്വെല്ലിങ് വളരെ കുറഞ്ഞു വന്നു. പക്ഷേ അവൻ്റെ യൂറിനറി ബ്ലഡ് കുറഞ്ഞില്ല, പിന്നെ പ്രോട്ടീനും കുറവുണ്ടായില്ല. പക്ഷെ എന്നിരുന്നാലും അവർ എന്നെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിലേക്ക് കുഞ്ഞിനെ മാറ്റി. പക്ഷെ കുഞ്ഞ് എപ്പോഴും ഗാഠനിദ്രയിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഹാർട്ട് റേറ്റ് ഒത്തിരി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു.
അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹാർട്ട് സംബന്ധമായുള്ള എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയപ്പോൾ അതൊക്കെ നോർമലാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഹാർട്ട് റേറ്റ് കുറയുന്നതുകൊണ്ട് 7 ദിവസമായിട്ടും അവർ ഡിസ്ചാർജ് ചെയ്തില്ല. ഞാൻ പക്ഷേ എല്ലാ സമയവും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. പ്രഭാഷകൻ 7:10 പറയുന്നു, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ഒരു മടുപ്പും തോന്നാതെ രാത്രിയിലെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ 24 മണിക്കൂറും എൻ്റെ ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്ന സൗഖ്യദായമായ വചനങ്ങൾ ഈശോ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ തൊട്ട് എനിക്കറിയാവുന്ന സൗഖ്യത ഈശോ എപ്പോഴും ഇടപെടും. എൻ്റെ ജീവിതത്തിൽ, കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. 7-ാം ദിവസം വെളുപ്പിന് 3 മണിക്ക് കുഞ്ഞിൻ്റെ കാൽപാദത്തിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ കരണക്കൊന്ത ചെല്ലുന്ന സമയം ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയും. അതല്ല ദൈവഹിതം. 8 വയസ്സ് വരെ നീ എനിക്ക് നോക്കാൻ തന്നുള്ളൂ എങ്കിലും ഞാൻ നിൻ്റെ സന്നിധിയിൽ ഈശോ, അതിനെ തുല്യം എനിക്കൊരു പരാതിയും ഈശോ എനിക്കില്ല. ഞാനിത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു പ്രകാശം ഞാൻ കണ്ടു. പെട്ടെന്ന് നല്ല ഗാഢനിദ്രയിലായിരുന്നു എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റിട്ട് അമ്മ എന്നെ തൊട്ടോ എന്ന് പറയുകയും എൻ്റെ ആരോ തൊട്ടോ, അമ്മയാണോ തൊട്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, മോനെ, ഞാനല്ല നിന്നെ തൊട്ടത്. ഞാനല്ലാതെ പറഞ്ഞു, എന്നിനുള്ളിലെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടേ പറഞ്ഞു, ഈശോയാണ് നിന്നെ തൊട്ടത്. അത് 100% സത്യവുമായിരുന്നു. പിറ്റേ ദിവസം മുതൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പിന്നീട് ഒരിക്കലും താഴ്ന്നു വന്നില്ല. ഞാനും എൻ്റെ ഒരു കുടുംബവും ഈ ഒരു സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിന് ശേഷം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി ഈശോയായിട്ട് അടുക്കുവാനുള്ള ഒരു വേദിയായി. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നെങ്കിലും ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിലും എൻ്റെ ഭയങ്കര ഒരു അസ്വസ്ഥത. എനിക്ക് ആരുമായിട്ടെങ്കിലും ഇതൊന്ന് പങ്കുവെക്കണം. ഈശോയെ, എനിക്കൊരു വേദി നീ കാണിച്ചതാ. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ, എനിക്ക് പറയണം, എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇത് പറയണം. അങ്ങനെ അതനുസരിച്ച് ലോകത്തോട് സാക്ഷ്യം പറയണം. അങ്ങനെ ഞാൻ വചനം എടുത്ത് വായിക്കുമ്പോൾ സങ്കീർത്തനം 107:1, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്ക് നിലനിൽക്കുന്നു എന്ന വചനം. ഇതെനിക്ക് പറയാൻ ഈശോ എനിക്ക് വേദിത. അന്ന് ഞാൻ ഫുജിറയിൽ ആണ് താമസിച്ചത്. കൊർഫക്കാരൻ എനിക്ക് അധികം ആളെയൊന്നും അറിയില്ല. ഞാൻ SS മിനിസ്റ്ററിൽ ആരുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റ് ഇല്ല. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു എൻ്റെ ആഗ്രഹം, കർത്താവ്, എനിക്കിത് ലോകത്തിന് മുന്നേ സാക്ഷ്യപ്പെടുത്തണം. അതനുസരിച്ച് ഞാൻ SS മിനിസ്റ്ററിൽ ചേച്ചിയെ ഞാൻ പരിചയപ്പെടാൻ ഇടവരികയും ഞാൻ ചേച്ചിയോട് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഉള്ളിലിരുന്ന ഈശോയുടെ അനുഭവം ഞാൻ ചേച്ചിയോട് പങ്കുവെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട്, മോൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ വലിയ സന്തോഷപ്പെട്ടു. ചേച്ചി, ഞാൻ വരാം, ഞാൻ നാളെ തന്നെ വരാം. അങ്ങനെയാണ് ശരിക്കും ഈ മിനിസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരാൻ കാരണം. എഫേസസ് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണെന്ന് തന്നെ പറയാം ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്കുള്ള എൻ്റെ ഒരു വരവ്. കാരണം ഞാൻ ഈ ഫുജറയിലാകുന്നതിന് മുമ്പ് UAE വേറൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുടെ ഒരു മോശമായ പെരുമാറ്റം എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ മുറിപ്പെടുത്തി. കാരണം ഒരുമിച്ച് താമസിക്കുകയാണെന്ന് ഓർക്കണം. അപ്പോൾ ആ മകളുടെ അന്നത്തെ ആ പെരുമാറ്റം എനിക്ക് അവിടെ താമസിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ മകൾ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഏതായാലും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേറൊരു ഭവനം ശരിയാകുകയും ഞങ്ങൾ അവിടേക്ക് താമസം മാറ്റുകയും എങ്കിൽ പോലും എൻ്റെ ഈ മനസ്സിൽ ഈ വ്യക്തിയോടുള്ളൊരു വേദനയും ഒരു അമർഷവും ഒക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നീറി കിടക്കുകയായിരുന്നു. ഞാൻ അതൊക്കെ എല്ലാം അങ്ങ് മറന്നു. ഒരു ദിവസമാണ് യാദൃശ്ചികമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഈ മകളുടെ ജീവിത പങ്കാളിയെ കാണുവാനായിട്ട് എനിക്കിടയായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ആ മനസ്സിലെ പണ്ടുണ്ടായിരുന്ന മുറിപ്പാടുകളൊക്കെ ഞാൻ അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞിട്ട് ഓടി ഞാൻ ആ മകൻ്റെ അരിക്ക് ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി എന്താ ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വൈഫ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന്? അന്നേരം പറഞ്ഞു, അവൾക്ക് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു മാരകമായ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, വളരെ സിവിയർ ആണ് മകളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലേ, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ്റെ അലർജി മൂലം ഉണ്ടാകുന്ന മാരകമായ ഒരു അസുഖമാണ്. അതും ആ മകളെ ബാധിച്ചിരിക്കുന്നത് വളരെ സിവിയർ ആയിട്ടാണ് ആ മകളെ ബാധിച്ചിരിക്കുന്നത് പോലും. അപ്പോൾ അന്ന് എനിക്ക് ആ മകളെ കാണാൻ പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ എൻ്റെ മനസ്സിലെ എല്ലാ വേദനയും വെറുപ്പും വിദ്വേഷവും എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് എനിക്ക് അവളെ പോകണം, എനിക്ക് അവിടെ പോയി മകളെ കാണണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് മകളുടെ റൂമിലേക്ക് കടന്നു ചെന്നപ്പം എനിക്കെൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കത്തിക്കരിഞ്ഞ ഒരവസ്ഥയിൽ ഒരു മനുഷ്യരൂപം എങ്ങനെ ആയിരിക്കുന്നു ആ ഒരവസ്ഥയിൽ ആ മകൾ ആ ബെഡിൽ കിടക്കുകയാണ്. വളരെ സുന്ദരിയായിരുന്നു ആ മകൾ കേട്ടോ.
എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആകെ പെട്ടെന്നൊന്നും ഒരു പേടി എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. എൻ്റെ ഈശോയെ എന്താ സംഭവിച്ചു ഈ കുഞ്ഞിനെന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ആ പേടി ആ മകൾക്ക് എന്തെങ്കിലും ഫീൽ ആവുമല്ലോ എന്ന് കരുതി എൻ്റെ മനസ്സിലെ വേദനകളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ആ മകളുടെ കട്ടിലിൻ്റെ അരികിലിരുന്ന് ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ. അപ്പോൾ ആ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഈ അസുഖം വരാനുള്ള കാരണങ്ങളൊക്കെ ആ മകൾ എന്നോട് പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോഴും ആ മകൾ എന്നോട് പറയുന്നുണ്ട്, സിസ്റ്ററെ, എന്നെ ആരുമില്ല ഇവിടെ വന്നൊന്ന് നോക്കാനായിട്ട്. എൻ്റെ ഈ രൂപത്തിൻ്റെ അവസ്ഥ, എൻ്റെ ഈ ശരീരത്തിൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ടായിരിക്കാം ആരും എനിക്കൊരു പ്രോപ്പർ കെയർ തരാനായിട്ടില്ല. ആരും എൻ്റെ അരികിൽ വന്ന് സംസാരിക്കാനില്ല. ജീവിത പങ്കാളിക്ക് ജോലിക്ക് പോകണം, വേറെ ആരും പരിചയക്കാരൊന്നുമില്ല ഇവിടെ. എല്ലാവരും എന്നിൽ നിന്ന് ഓടിപ്പോകുന്നു. ഒരു അത്യാവശ്യ കാര്യങ്ങൾ പോലും ചെയ്തു തരാൻ മടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞ് ആ മകൾ കരയുകയാണ്. അപ്പോൾ ഞാൻ ആ മകളുടെ അരികിലിരുന്നു. ആ മകൾ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ മകൾക്ക് ചെയ്തു കൊടുത്തു. നന്നായിട്ട് ഞാൻ ആ മകളെ കെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ മകളുടെ മുഖത്തെ ആ സന്തോഷം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ മകളുടെ മുഖത്തെ അപ്പോഴത്തെ സന്തോഷം. അപ്പോൾ ആ മകളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ അറിഞ്ഞു, ഈ ശരീരത്തിൻ്റെ ഈ അവസ്ഥയേക്കാൾ ഉപരി ആ മകളെ തളർത്തുന്നത് ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതം എങ്ങനെയാവും എന്നുള്ള നിരാശ ബാധിച്ച ഒരു അവസ്ഥയാണ് ഈ മകളെ തളർത്തുന്നതെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ ആ മകളോട് ചോദിച്ചു, നിനക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാം. പല കാര്യങ്ങളും മാതാവിൻ്റെ ഇടപെടൽ നിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നപ്പോൾ നീ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഈശോയുടെ, ആ മാതാവിൻ്റെ മോനോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ആ മകൾ പൂർണ്ണ സമ്മതത്തോടെ ചേച്ചി പ്രാർത്ഥിക്കുക ചേച്ചി എന്നും പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഈ മകളുടെ ശാരീരികമായ അസ്വസ്ഥതയേക്കാൾ ഉപരി ഈ മകളെ തളർത്തുന്നത് സൗഖ്യത്തിലേക്ക് കടന്നു വരുമോ എന്നുള്ള ഈ മകളുടെ വിശ്വാസക്കുറവാണ്. സൗഖ്യമൊഴുകാൻ തക്കതായി വിശ്വാസത്തിലേക്ക് ഈ മകളെ നീ കൂട്ടിക്കൊണ്ട് വരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. കുറേ നേരം ഞങ്ങൾ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മകളുടെ മുഖത്തെ ആശ്വാസവും ആ സ്നേഹവും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റി. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അന്ന് അവിടെ നിന്നും പോയി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് അവർ തന്നെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ അവർക്ക് നാട്ടിലേക്ക് കടന്നു പോകാൻ പറ്റി, നാട്ടിൽ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴെന്ന് അറിഞ്ഞു. അങ്ങനെ അതങ്ങ് മറിഞ്ഞു. കുറേ ആളുകൾ കഴിഞ്ഞപ്പോൾ, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴായിരിക്കാം, ഞാൻ പിന്നെ ആ മകളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി വളരെ അത്ഭുതകരമായി അവൾ സൗഖ്യത്തിലേക്ക് തിരിച്ചു വന്നു. ചേച്ചിയെ കാണണമെന്ന് അവൾ എപ്പോഴും പറയുന്നുണ്ട്. വന്ന് അന്ന് തൊട്ട് എന്നോട് പറയുന്നുണ്ട്, ചേച്ചി വന്ന് കാണണമെന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ എന്നിട്ട് അപ്പം തന്നെ ഓടിച്ചെന്ന്, എനിക്ക് എന്തോ ആവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം തന്നെ ഞാൻ അമ്മേൻ്റെ കൂടെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴത്തേക്കും ആ മകളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മകളുടെ ആ സന്തോഷം കണ്ടപ്പോഴത്തേക്കിന്. അപ്പോൾ എന്നെ അവിടെ ഇരുത്തിച്ച് എന്നോട് പറയാം, ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അന്നാണ് എനിക്ക് ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എൻ്റെ മനസ്സിനെ ഭരിച്ചത് മുഴുവനും അന്നത്തെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ചേച്ചി പോയതോടുകൂടിയാണ്. കാരണം നിരാശയായിരുന്നു ആ മകളുടെ ഉള്ളിൽ മുഴുവനും. ഈ രൂപം ഇതെങ്ങനെയായിത്തീരും, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിത്തീരുമെന്ന് എനിക്കൊരിക്കലും ഒരു സൗഖ്യം കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അമ്മ. അങ്ങനെ ഒരു നിരാശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ആ മകളപ്പോൾ. അപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പോയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം, എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും, എനിക്ക് ആ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് എനിക്ക് നാട്ടിലേക്ക് കടന്നു പോകുവാനും. അവിടെ നാട്ടിൽ 3 മാസത്തോളം ഞാൻ ഐസിയുവിലെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിനോടൊക്കെയും പോസിറ്റീവായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരാനായിട്ട് കാരണമായത് അന്ന് എനിക്ക് ലഭിച്ച ആത്മവിശ്വാസത്തിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രമാണെന്ന് ആ മകൾ എന്നോട് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാനും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, നമ്മളൊക്കെ നേഴ്സുമാർ, നമ്മൾ വെറും ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കിന് എന്താ ചെയ്യുന്നത്, നമ്മൾ അത്യാവശ്യം അവർക്ക് വേണ്ട കെയറൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു രോഗിയുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരവസ്ഥയെ നമ്മൾ അറിയണമല്ലോ എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കുണ്ടാകുകയാണ് അന്ന് തന്നെ. പക്ഷേ അന്നും നമ്മൾ കൂട്ടായ്മയിലൊന്നും അവിടെ പങ്കുകൊള്ളുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് എനിക്ക് അവിടെ നിന്നൊരു ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഞാനും കടന്നു പോകുന്നത്. അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ എന്നെ ആ അവസ്ഥകളൊന്നും എന്നെ തളർത്തിയില്ല. വേറെ ജോലിക്കൊക്കെ ഞാൻ ശ്രമിച്ചു. ആ ജോലി ശ്രമിച്ചതിൻ്റെ പുറത്താണ് എനിക്ക് ഇവിടേക്ക് കടന്നു വരാനും ഇവിടെ ജോലി ചെയ്യുവാനായിട്ടും ഒക്കെ സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ മുതൽ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ സാക്ഷ്യങ്ങൾ കിടന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാർ മുഖേന ഇവിടെ ഒരു നഴ്സസ് മിനിസ്ട്രി ഉണ്ട്, നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരണമെന്ന് സഹോദരങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞപ്പോഴത്തേനും ഞാൻ സന്തോഷത്തോടെ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ എന്നതാ, ഇറ്റ്സ് എ ഹീലിംഗ് മിനിസ്ട്രി അല്ലേ.
ആ നഴ്സസ് മിനിസ്ട്രിയിലെ ആ ഒരു നമ്മുടെ ശുശ്രൂഷകളും ദൈവമേ എൻ്റെ മനസ്സിൽ നേരത്തെ ദൈവം തോന്നിച്ച ആ തോന്നലുകളും ഒന്നായിരുന്നല്ലോ, ഇതെന്നെ ദൈവം എന്നെ ഈ മിനിസ്ട്രിയിലേക്ക് ശരിക്കും കൂട്ടിക്കൊണ്ട് വരികയായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നലിലേക്ക് കടന്നു വരുവാനും നഴ്സസ് മിനിസ്ട്രിയിൽ ഇപ്പോൾ സജീവമായി പങ്കുകൊള്ളുവാനായിട്ടും എനിക്ക് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സെലിൻ ചേച്ചി ആദ്യം നേഴ്സസ് മിനിസ്ട്രിയുടെ ഇൻ്റർസെഷൻ കോർഡിനേറ്ററായിട്ട് പറയുന്നപ്പം ആദ്യം ചേച്ചി ആ സ്ഥാനം സ്വീകരിച്ചില്ല. പക്ഷെ പിന്നീട് ചേച്ചി തന്നെ അത് സ്വീകരിക്കുകയും അതിനുശേഷം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടൽ എന്താണെന്ന് ഞങ്ങളുമായിട്ടൊന്ന് പറയാമോ? ബീന, ഞാൻ ആദ്യം എന്നോട് ഇൻ്റർസെഷൻ്റെ കോർഡിനേറ്റർ ആവുമെന്ന് ചോദിച്ചപ്പം ഞാനത് പറ്റത്തില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കുക, എനിക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതങ്ങോട്ട് ഏറ്റെടുത്തു. അതിനുശേഷം എൻ്റെ പ്രാർത്ഥനയുടെ രീതിയൊക്കെ ഒന്ന് മാറി. ആദ്യം എൻ്റെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയിലായി കഴിഞ്ഞപ്പോഴത്തേനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എനിക്ക് വലിയ കൃപ തന്നു. അപ്പം പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഞാൻ ആദ്യം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടേ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഗ്രൂപ്പിനകത്തേക്ക് ഇടത്തുള്ളൂ. അതുപോലെ ദീവലിയിൽ പോകുമ്പോഴാണേലും സംബന്ധിക്കുന്ന സമയത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ആ ദിവസത്തെ ദീവലിയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക, ഈശോയെ അവരെല്ലാം അനുഗ്രഹിക്കണേ, അവരുടെ ആവശ്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരണേ അപ്പാ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അവരെ എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിനകത്താണേലും മെസ്സേജൊക്കെ വിടും, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, വിഷമിക്കേണ്ട, അങ്ങനെ വചനങ്ങളൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. വചനം പറഞ്ഞു കൊടുക്കും. വിഷമിക്കേണ്ട, ഈശോ ഉണ്ട് കേട്ടോ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട, തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല, ഒരിക്കലും നിരാശയ്ക്ക് ഒന്നും അടിമപ്പെടരുത്, എപ്പോഴും നമ്മൾ സന്തോഷത്തിലിരിക്കണം, തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടും, അങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലൂടെയും ഭാരത്തിലൂടെയും കടന്നു പോകുന്ന മക്കളെ എല്ലാം ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവനത് ഇരട്ടിയായി കൊടുത്തു. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ കരുതലും ഇറങ്ങി വരിക ചെയ്യുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് എൻ്റെ ഈ ജീവിത അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ദിവ്യകാരുണ്യ ഈശോയുമായിട്ടുള്ളൊരടുപ്പം എനിക്കുണ്ടായത് ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ഒരു അപകട മരണത്തിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു. കാരണം എൻ്റെ ആങ്ങളയുടെ മകന്, അവൻ ഞങ്ങൾക്കൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അവനെപ്പോലെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയൊരു വ്യക്തി ഇല്ലായിരുന്നു. അതുപോലെ അവൻ്റെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പെരുമാറ്റം കൊണ്ടോ ഒന്നും ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തൊരു മകൻ. അവന് 31 വയസ്സ്. അവനും ഇതുപോലെ ഒരു നഴ്സാണ്. മദ്രാസിലൊരു ഹോസ്പിറ്റലിൽ അവന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയം ജീവിതത്തെപ്പറ്റി അവന് പണ്ട് തൊട്ടേ ഭയങ്കര പ്രതീക്ഷയാണ്. അവൻ്റെ ഓരോ നിമിഷത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റിനെ പറ്റിയുമുണ്ടല്ലോ അവന് ഭയങ്കര കാൽക്കുലേഷനാണ്. അതുപോലെ അവന് നല്ല ദൈവാനുഭവത്തിലും നല്ല വിശുദ്ധിയിലും ജീവിക്കുന്ന ഒരു മകനായിരുന്നു അവൻ. 2016 ഒരു നോയമ്പുകാല സമയം, എനിക്കറിയില്ല, അന്നാണെങ്കിൽ ആ നോയമ്പ് കാലത്ത് ഞാനും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി ഉയർത്തെഴുന്നേറ്റ് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ഞാനും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ദിവസങ്ങളായിരുന്നു അത്. അന്ന് രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്, വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു, കുഞ്ഞാൻ്റി നമ്മുടെ അനിയൻ കുഞ്ഞിന് പെട്ടെന്നൊരു വലിയ അപകടം ഉണ്ടായി, ഇച്ചിരി സീരിയസ് ആണ്, കുഞ്ഞാൻ്റി പ്രാർത്ഥിക്കണം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയി, ഈശോയെ ഒരിക്കലും ഇല്ല, അവനൊരു അപകടം വരാൻ പറ്റത്തില്ല, അവനെ ഞങ്ങൾക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ, ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ അവൻ്റെ ജീവൻ. അങ്ങനെ അവന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് എന്നെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും ഫ്രീ ആയിട്ടുള്ള, അന്ന് ജീവിത പങ്കാളി ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലേക്ക് വരിക, ഞാനും ഇതുപോലെ ഫ്രീ ആണ്, ഈവനിങ് ഡ്യൂട്ടി ഓഫ് ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ഞാൻ രാവിലെ പള്ളിയിൽ പോകും. രാവിലെ പള്ളിയിൽ പോയിരുന്നിട്ട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയെ നീ ജീവനുള്ള ഈശോയാ. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനവും ഇത് തന്നെ, യോഹന്നാൻ 6:31, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനിക്കുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ അവന്
പള്ളിയിൽ പോയിട്ട് വരുമ്പോഴല്ലേ അവൻ അപകടം ഉണ്ടായത്, ഈസ്റ്റർ മാസ് കഴിഞ്ഞ് വരുമ്പോഴല്ലേ അവൻ അപകടം ഉണ്ടായത്. അപ്പം നിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ടാണ് അവൻ വന്നത്. അപ്പം നിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നല്ലേ നീ വചനത്തിലൂടെ എന്നോട് അരുളി ചെയ്തത്. അപ്പം അവൻ എന്നേക്കും ജീവിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് ഞാനിങ്ങനെ പറയുക, ഈശോയെ അവനെ ജീവിപ്പിക്കണേ, അവൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കണേ. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്നുകൊണ്ട്. പക്ഷെങ്കിൽ എനിക്കറിയില്ല ദൈവത്തിൻ്റെ പദ്ധതി അവനെപ്പറ്റി എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കുറച്ച് ദിവസങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവൻ മരണത്തിന് അടിമപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും ആ ഒരു ദിവസങ്ങൾ ഞാൻ അറിയാതെ തന്നെ ആ ഇൻ്റർസെഷൻ, ആ അഡറേഷൻ ചാപ്പലും പുജറപ്പള്ളിയുടെ പരിസരങ്ങളും എന്നെ എൻ്റെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഒത്തിരി കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറുകയായിരുന്നു ആ അഡറേഷൻ ചാപ്പലും പുജറപ്പള്ളി പരിസരങ്ങളും. പിന്നെ ഞാൻ അവനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക, ദൈവമേ, ശരിക്കും അവന് എന്തൊരു പ്ലാനായിരുന്നു അവൻ്റെ ജീവിതത്തെപ്പറ്റി. നമ്മൾ എന്തിനാ ഇങ്ങനെ ഒത്തിരി പ്ലാൻ, നാളെപ്പറ്റി എന്തിനാ നമ്മളിങ്ങനെ ഒത്തിരിയേറെ പ്ലാനിൽ കൂടെ കടന്നു പോകുന്നതല്ലേ. നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ കൊഴിയാവുന്ന ഒരു ജീവിതം, അതിൽ ഈശോ നമ്മളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നതിനതാ വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ജീവിതം മാത്രമാണ്. അങ്ങനെ ആ അഡറേഷൻ ചാപ്പിൽ പോയിരിക്കുമ്പോഴത്തേന് ഞാൻ പിന്നെ എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ മാറ്റിവെച്ച് എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ അഡറേഷൻ ചാപ്പലിലേക്ക് വരുന്ന ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഈശോയുടെ വർത്താനം പറയും. അതെനിക്കൊരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു സ്നേഹ അനുഭവമായി മാറി, അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ കേൾക്കുന്ന അഭിഷിക്തരുടെയൊക്കെ വചനങ്ങൾക്കൊക്കെ ഒരിക്കൽ പരക്കിലച്ചൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പിതാവായ ദൈവം ഈശോയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോയെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആ സമയങ്ങളിൽ അങ്ങനെ നടന്നോളും. പിന്നെ ഡാനിയലച്ചനാണെങ്കിലും പറയും, പിതാവായ ദൈവം നമ്മളിൽ നിന്ന് തിരിച്ചെടുക്കാത്തതായിട്ട് ഒന്നേ ഈ ലോകത്തിൽ തന്നിട്ടുള്ളൂ, അത് പുത്രനായ ഈശോയാണ്. അപ്പോൾ ആ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ഒരു അനുഭവമാണ് എന്നെ അഡറേഷൻ ചാപ്പലിലേക്ക് ആകർഷിക്കുന്നതും അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടും ഈശോയോട് വർത്താനം പറയാനും. പിന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ക്രിസ്റ്റോ സെൻട്രിക് എന്ന് പറയുന്ന ഒരു പുതിയ ശുശ്രൂഷ മേഖലയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്ന എന്നതാ, ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ് അല്ലേ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അതേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. പ്രിയമുള്ളവരെ, തേനിലും മധുരമായ ഈശോയുടെ ദിവ്യ സ്നേഹമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത്. ഞങ്ങളുടെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ അനുഭവമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന വിധത്തിൽ പ്രബോധകരെ വിളിച്ചുകൂട്ടും. എന്നാൽ നീ ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ഇപ്രകാരം ജീവിക്കാനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവർ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.